ഇന്ത്യയിൽ രണ്ടാം തരംഗം നൽകിയ മുറിവുകൾ പതിയെ ഉണങ്ങുകയാണ്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇത്തരം വാർത്തകൾ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ ഖത്തർ എയർവേസിന് പിന്നാലെ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പൂർണ്ണമായും വാക്സിൻ എടുത്ത ജീവനക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ ദുബായിലെത്തി. ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാനം പൂർണ്ണമായും വാക്സിൻ എടുത്ത ജീവനക്കാരുമായി വിദേശത്തേക്ക് സർവീസ് നടത്തിയത്. ഡൽഹിയിൽ നിന്ന് രാവിലെ 10:40 പുറപ്പെട്ട വിമാനത്തിലെ പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും 2 ഡോസ് വാക്സിനും സ്വീകരിച്ചവരാണ്. ഡൽഹി, ദുബായ്, ജയ്പൂർ, ഡൽഹി വിമാനത്തിലാണ് ഇവർ യാത്ര ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് യാത്രാ വിലക്കുണ്ടെങ്കിലും ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നവർക്കായാണ് വിമാനം ദുബായിൽ എത്തിച്ചേർന്നത്. DR ഗുപ്ത, അശോക് കുമാർ നായിക് എന്നിവർ ക്യാപ്റ്റന്മാരായ വിമാനത്തിൽ വെങ്കടക്കെല്ല, പ്രവീൺ ചന്ദ്ര, പ്രവീൺ ചോഗൽ, മനീഷ കാംബ്ലെ എന്നിവരും ഉണ്ടായിരുന്നു. ജീവനക്കാരുടെ മാത്രമല്ല യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എല്ലാ ക്രൂ അംഗങ്ങളും മുൻനിര പ്രവർത്തകരും വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡൽഹിയിലെത്തിയ ഇവർ ജയ്പൂർ വഴി ഡൽഹിയിലേക്ക് യാത്രക്കാരുമായി പറക്കുന്നതാണ്. നേരത്തെ എമിറേറ്റ്സ് വിമാനം UAE-യിൽ നിന്ന് പൂർണ്ണമായും വാക്സിൻ എടുത്ത ജീവനക്കാരും യാത്രക്കാരുമായി പറന്നിരുന്നു. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുഖ്യമാണെന്ന് എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. അതേസമയം പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത് മുംബൈയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇപ്പോൾ ക്വാറന്റൈൻ ഇളവ് ലഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. നിങ്ങൾ പൂർണ്ണമായും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ? മുംബൈയിലെത്തുന്ന അന്തർദേശീയ യാത്രക്കാർ COVID-19 വാക്സിൻ 2 ഡോസും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് ട്വിറ്ററിലൂടെ അറിയിച്ചത് ഇപ്രകാരമായിരുന്നു. മാത്രമല്ല, ഓരോ യാത്രക്കാരും വാക്സിൻ സർട്ടിഫിക്കറ്റുകളും സ്വയം പ്രഖ്യാപന ഫോമും ഹാജരാക്കേണ്ടതുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ട്വീറ്റിൽ കൂട്ടിച്ചേർത്തു. നേരിട്ട് മുംബൈയിലെത്തുന്നവർക്ക് മാത്രമായിരിക്കും ഈ നിയമം ബാധകമാക്കുക. ട്രാൻസിറ്റ് യാത്രക്കാർക്ക് ബാധകമായിരിക്കില്ലെന്നും എയർലൈൻ വ്യക്തമാക്കി. മറ്റ് വിമാന കമ്പനികളിലൂടെ നേരിട്ട് മുംബൈയിലേക്ക് പറക്കുന്ന മറ്റെല്ലാ അന്തർദേശീയ യാത്രക്കാർക്കും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 7 ദിവസം സ്വന്തം ചിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും തുടർന്ന് 7 ദിവസം സ്വയം വീട്ടിൽ നിരീക്ഷണത്തിലുമായി 14 ദിവസത്തേക്ക് നിർബന്ധിത ക്വാറന്റൈനിൽ പോകേണ്ടി വരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.